വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ പങ്കെടുത്ത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം MP, മന്ത്രി V ശിവൻകുട്ടി എന്നിവർ അകത്താകുമോ? കേരളത്തിൽ വെച്ച് നടന്ന വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ പങ്കെടുത്ത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം MP എന്നിവർക്കെതിരെ നിയമക്കുരുക്ക് മുറുകുകയാണ്. കാരണം പെൺകുട്ടി ജനിച്ച സംസ്ഥാനത്ത് പോസ്കോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ഇക്കാര്യത്തിൽ സജീവമായി ഇടപെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സജീവ നീക്കം നടന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കാണും. അതായത് BJPയുടെ എന്നത്തെയും ലക്ഷ്യമാണ് കേരളത്തിലെ CPIMനെ തകർക്കുക എന്നുള്ളത്. ആ അജണ്ട വർഷങ്ങളായി അവർ പ്രാക്ടീസ് ചെയ്തു വരികയാണ്. മാത്രമല്ല, ഇന്ത്യയിലെ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ കേന്ദ്രം കേരളമാണെന്നും BJP ദേശീയ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലവ് ജിഹാദ് അടക്കമുള്ള നടപടികളുടെ കേന്ദ്രം കേരളമാണെന്ന് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അത്തരത്തിൽ സിനിമകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കേരള സ്റ്റോറി അടക്കമുള്ള സിനിമകൾ ഇവരുടെ വാദത്തിന് അടിവരയിടുന്ന സിനിമകളാണ്. ഇനി ഈ മൂന്ന് പേരിലേക്ക് നമുക്ക് വരാം. അതായത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനിലേക്കും DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം MPയിലേക്കും മന്ത്രി V ശിവൻകുട്ടിയിലേക്കും വരാം. ഈ വൈറൽ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ കാത്തിരിക്കുന്ന വകുപ്പുകൾ ഏതെല്ലാമാണ് എന്ന് പരിശോധിക്കാം. കാരണം പോസ്കോ കേസ് പ്രകാരമാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഈ കേസെടുത്തിരിക്കുന്നത്. പെൺകുട്ടി ജനിച്ച സംസ്ഥാനത്തെ പോലീസും ഇത്തരത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. മാരകമായ വകുപ്പുകൾ, ജീവപര്യന്തം വരെ 10 വർഷം തടവ് ലഭിക്കുന്ന കുറ്റമാണ് ഇത്തരത്തിൽ ചുമത്തിയിരിക്കുന്നത്. ആ കുറ്റത്തിലെല്ലാം തന്നെ ഈ 3 പേരും ഉൾപ്പെടും എന്നുള്ളത് CPIMനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ കേസിന്റെ മെറിറ്റിലേക്ക് വരാം. ഭാരതീയ ന്യായ സംഹിത 143 സെക്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാം. അതായത് മനുഷ്യക്കടത്ത്, ഭീഷണി, പ്രലോഭനം, ബലപ്രയോഗം എന്നിവയിലൂടെ ഒരാളെ ചൂഷണത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ, അവരെ നാട് കടത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷ 10 വർഷം മുതൽ ജീവപര്യന്തം വരെയാണെന്ന് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 143 പ്രഖ്യാപിക്കുന്നു. ഇത് ഈ 3 പേർക്കും തീർച്ചയായും ബാധകമാണ് എന്ന നിലയിൽ നിയമപരമായി വ്യാഖ്യാനിച്ച് എടുക്കാവുന്നതാണ്. ഇനി വ്യാഖ്യാനിക്കേണ്ട, നേരിട്ട് തന്നെ കാര്യങ്ങളിലേക്ക് വരാം. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 54 പറയുന്നത് ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അവിടെ സന്നിഹിതരായിട്ടുള്ള സാക്ഷികളായിട്ടുള്ള ആൾക്കാരും പ്രതിയാകും. അങ്ങനെയെങ്കിൽ ഈ വൈറൽ താരത്തിന്റെ വിവാഹത്തിന് സാക്ഷികളാണ് MV ഗോവിന്ദനും A റഹീമും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും. അങ്ങനെയെങ്കിൽ ഇവർ സ്വാഭാവികമായും ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 54 പ്രകാരം ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായി പ്രതികളായി കഴിഞ്ഞു. ഇനി സെക്ഷൻ 19 എന്താണ് നമുക്ക് പരിശോധിക്കാം. കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള അറിവ് ലഭിച്ചാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കേണ്ടത് ആ അറിവ് ലഭിച്ച ആളുടെ ധാർമ്മികവും നിയമപരവുമായ കടമയാണ്. ഇവിടെ ആ നിയമപരമായ കടമ V ശിവൻകുട്ടിയോ A റഹീമോ പിന്നെ ഗോവിന്ദൻ മാസ്റ്ററോ നടത്തിയിട്ടില്ല എന്നുള്ളത് അവർക്ക് മേലുള്ള പോസ്കോ കേസ് രൂക്ഷമാകാനുള്ള സാധ്യതയാണ് സെക്ഷൻ 19 ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഭാരതീയ ന്യായ സംഹിതയുടെ 337 വകുപ്പ് എന്താണ് പറയുന്നത് നോക്കാം. ഒരു സർക്കാരിൻ്റെ വ്യാജരേഖ ചമച്ചുകൊണ്ട് ഒരു കുട്ടിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ 7 വർഷം വരെ തടവ് കിട്ടും. ഇവിടെ ഈ കുട്ടി കേരളത്തിൽ ഹാജരാക്കിയിരിക്കുന്ന സർക്കാർ രേഖ വ്യാജമാണ് എങ്കിൽ ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ഈ ബാലവിവാഹമെന്ന ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ഈ പ്രധാന 3 നേതാക്കൾക്കെതിരെയും സെക്ഷൻ
337 പ്രകാരം പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സെക്ഷനിലേക്ക് വരാം. സെക്ഷൻ 237 ഭാരതീയ ന്യായ സംഹിത, വ്യാജ സർട്ടിഫിക്കറ്റ് നൽകൽ, പ്രത്യേകിച്ചും വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് കുട്ടികളെ വിവാഹത്തിലേക്ക് അടക്കമുള്ള ഔദ്യോഗികമായ ജീവിത രീതികളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയാൽ തീർച്ചയായും സെക്ഷൻ 234 പ്രകാരം അവർക്കെതിരെ കേസെടുക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ സെക്ഷൻ 233 പ്രകാരം എം വി ഗോവിന്ദനും എ റഹീമും വി ശിവൻകുട്ടിയും ഇക്കാര്യത്തിൽ പ്രതികളാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇനി SC/ST അട്രോസിറ്റി വകുപ്പിൽ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് പറയാം. 1888 വകുപ്പ് ഇങ്ങനെ പറയുന്നു. അതായത് SC/ST അട്രോസിറ്റി വിഭാഗം പറയുന്നത് SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ ജാതി അധിക്ഷേപം കാട്ടിയാൽ ജീവപര്യന്തം കേസ് എടുക്കാവുന്നതാണ്. ജാതി അധിക്ഷേപം കാട്ടിയാൽ ജീവപര്യന്തം കേസെടുക്കാവുന്നതാണ്. ഇനി വീണ്ടും നമുക്ക് BNS സെക്ഷൻ 96 വരാം. അതും വളരെ പ്രധാനമാണ് ഈ 3 പേരെ സംബന്ധിച്ച്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കാനോ അത്തരത്തിൽ ലൈംഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിക്കാനോ കടത്തിക്കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ പ്രേരിപ്പിച്ചാൽ ഏതെങ്കിലും തരത്തിൽ അവരെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് വിധേയമാക്കി കഴിഞ്ഞാൽ അതിന് സാക്ഷികളാകേണ്ടി വന്നാൽ അവിടെ 10 വർഷം തടവും പിഴയുമാണ് കാത്തിരിക്കുന്നത്. ഏത് പ്രകാരം? BNS-ലെ സെക്ഷൻ 96 പ്രകാരം. ആ വകുപ്പും ഈ 3 നേതാക്കളെ തുറച്ചു നോക്കുന്നു. അവർക്കെതിരെ ഈ നിയമത്തിൻ്റെ കുന്തമുന നീളും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വ്യക്തമായി പറയാൻ തന്നെ സാധിക്കും. ഇനി മറ്റൊന്ന് സെക്ഷൻ 137 ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 137. അവിടെ എന്താണ് പറയുന്നത്? അവിടെ കുട്ടിയുടെ രക്ഷകർത്താക്കളുടെ അനുവാദമില്ലാതെ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നാൽ അത് ക്രിമിനൽ കുറ്റമാണ്. വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. 7 വർഷമാണ് ആ കുറ്റത്തിന് ശിക്ഷയായി സെക്ഷൻ 137 പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത സെക്ഷനിലേക്ക് വരാം. അതായത് നമ്മൾ പറയുന്ന 9ാമത്തെ വകുപ്പുകളിലേക്ക്. സെക്ഷൻ 9 ബാലവിവാഹ നിരോധന നിയമം. ഈ പ്രകാരം ഈ നിയമം അനുസരിച്ചും ഈ 3 പേർക്കെതിരെ കേസെടുക്കാവുന്നതാണ്. അതായത് 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയോ 21 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയോ വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് ഈ നിയമം പറയുന്നത്. അങ്ങനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ വിവാഹം തുടക്കത്തിലെ തന്നെ അസാധുവായി മാറും. മാത്രമല്ല ആ വിവാഹത്തിന് കൂട്ട് നിന്നവരെയും പ്രതി ചേർക്കാം. കുട്ടികളുടെ മാതാപിതാക്കൾ കൂട്ടുനിന്നെങ്കിൽ അവരെ പ്രതി ചേർക്കാം. കുട്ടിയുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലും അതിന് സഹായം ഒത്താശ ചെയ്തെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാം. 2 വർഷം വരെ കഠിന തടവും പിഴയുമാണ് ഈ ബാലവിവാഹ നിരോധന നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. ഇനി നമുക്ക് 10ാമത്തെ വകുപ്പിലേക്ക് വരാം. സെക്ഷൻ 12 ബാലവിവാഹം തുടക്കത്തിലെ തന്നെ അസാധുവാണ്. അങ്ങനെയെങ്കിൽ ഈ വിവാഹം തുടക്കത്തിലെ തന്നെ അസാധുവാണ്. ആ അസാധുവായ വിവാഹത്തിന് കൂട്ടുനിന്നത് ഈ 3 പേർ മാത്രമല്ല, അവിടുത്തെ പുരോഹിതനടക്കം, ഈ പെൺകുട്ടിയെ കേരളത്തിൽ താമസിപ്പിച്ച വീട്ടുടമയടക്കം എല്ലാവരും തന്നെ ഈ സെക്ഷൻ അനുസരിച്ച് പ്രതിയാകും. ചുരുക്കത്തിൽ BJP-യുടെ ഒരു അജണ്ട നടപ്പിലാക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. വർഷങ്ങളായി അവർ കേരളത്തെ പ്രതിക്കൂട്ടി നിർത്തുന്നു. പക്ഷേ അവർക്ക് ഒരു തരത്തിലും കൃത്യമായ രേഖകൾ സഹിതം നിയമപരമായി അവർ ഉന്നയിച്ചിട്ടുള്ള ഈ കേരളം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭീകരവാദികളുടെ ഹബ്ബാണ്. അതേപോലെ തന്നെ ഇവിടെ കാലാകാലങ്ങളായി ലവ് ജിഹാദ് നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള തുടർച്ചയായ ആരോപണങ്ങൾ അവർ വർഷങ്ങളായി നടത്തി വരികയാണ്. അതിന് ബലമേകാൻ അവർ സിനിമകളെ വരെ പരോക്ഷമായി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഈ കേസിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് കൃത്യമായ ഒരു അടിക്കാനുള്ള, CPM-നെ തകർക്കാനുള്ള, CPM-നെ അടിക്കാനുള്ള കൃത്യമായ ഒരു വടി കിട്ടിയിരിക്കുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഈ കേസിൽ ഇത്രയും ഗൗരവമായി ഇടപെടാനുള്ള കാരണം, കമ്മീഷൻ ഈ പെൺകുട്ടി ജനിച്ച സംസ്ഥാനത്തെ ആശുപത്രിയിലെ രേഖകൾ പരിശോധിച്ചപ്പോൾ ഈ പെൺകുട്ടി ജനിച്ച വർഷവും തീയതിയും
ഇനി പറയുന്നതാണ്. 2009 ഡിസംബർ 30 ആ പെൺകുട്ടി ജനിച്ച ആശുപത്രിയിലെ രേഖപ്രകാരം പറയുന്നത്. ഇനി കേരള പോലീസിനും ഇക്കാര്യത്തിൽ കുരുക്ക് മുറുകിയിരിക്കുകയാണ്. ഈ മാസം 22 സംസ്ഥാന DGP ആയിട്ടുള്ള രവീന്ദ്ര ചന്ദ്രശേഖർ നേരിട്ട് പട്ടികവർഗ കമ്മീഷന് മുൻപാകെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇത്തരത്തിൽ കേരള പോലീസിനെയും കേരള ആഭ്യന്തര വകുപ്പിനെയും മാത്രമല്ല BJP ദേശീയ തലത്തിൽ വ്യംഗ്യമായി പരോക്ഷമായി ഈ കേസ് കൊണ്ട് ലക്ഷ്യമിടുന്നത് CPM നേതൃനിരയെ തകർത്തുകൊണ്ട് ഇത്തരത്തിൽ പോസ്കോ കേസിൽ പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലാണ് കേരളത്തിലെ ലവ് ജിഹാദും അതേപോലെ തന്നെ കേരളത്തിലെ ലവ് ജിഹാദിന് കൂട്ടുനിൽക്കുന്ന CPIM-ന്റെ നേതാക്കളും ഇടപെടുന്നത് എന്ന് വരുത്തി തീർക്കേണ്ടത് BJP-യുടെ ആവശ്യമാണ്. അവർ തീർച്ചയായും സംഘപരിവാർ സംഘടനകൾ തീർച്ചയായും ഈ കാര്യത്തിൽ അരയും തലയും മുറുക്കി രംഗത്ത് വരുമ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് MV ഗോവിന്ദനും A റഹീമും V ശിവൻകുട്ടിയുമാണ്. അവർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അവർക്ക് വേണ്ടി പ്രതികരിച്ചത് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയാണ്. MA ബേബി പറയുന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ ഇവയാണ്. ഒന്ന്, പാർട്ടിക്ക് പ്രായം നോക്കാൻ കഴിയില്ല. കാരണം അതൊക്കെ പോലീസിന്റെ കാര്യമാണ്. അത് പോലീസ് പറഞ്ഞു അവരുടെ മുന്നിൽ ഹാജരാക്കിയ ആധാർ രേഖ കറക്റ്റാണ്, അത് പ്രകാരം പെൺകുട്ടി പ്രായപൂർത്തിയായിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, CPIM-ന്റെ നയം എന്ന് പറയുന്നത് മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ടുന്ന ഒത്താശ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന സൗകര്യം സുരക്ഷിതത്വം ഉറപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് ബേബി പറഞ്ഞ ഒരു കാര്യം. മറ്റൊന്ന്, കേരളത്തിൽ ഈ രണ്ടു പേരും, ഈ വൈറൽ പെൺകുട്ടിയും ആ പെൺകുട്ടി ഇപ്പോൾ കല്യാണം കഴിച്ചേക്കുന്ന ഭർത്താവും അഭയം തേടിയതാണ്. ആ നിലയ്ക്ക് അഭയാർത്ഥികൾ എന്ന നിലയിൽ CPIM അവർക്ക് സംരക്ഷണം ഒരുക്കി എന്നാണ് MA ബേബിയുടെ ന്യായീകരണം. ഇതുമായി ബന്ധപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. അദ്ദേഹവും ബേബി പറയുന്നത് പോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ഇവിടെ അഭയം തേടി, അവർക്ക് ഇടതുപക്ഷം അവർക്ക് പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് സംരക്ഷണം ഒരുക്കിയെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. എന്നാൽ BJP-യുടെ നേതാവായിട്ടുള്ള S സുരേഷ് പറയുന്നത് അങ്ങനെയല്ല. സുരേഷ് പറയുന്നത് ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്, അതായത് ഇതൊരു പോസ്കോ കേസ് ആണ്, അതിന് കൂട്ടുനിന്നാണ് CPIM നേതാക്കൾ എന്ന നിലയിലാണ് S സുരേഷ് പറഞ്ഞത്. K മുരളീധരനും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. BJP-യുടെ പ്രതികരണം പോലെ തന്നെയാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള K മുരളീധരനും ഈ കേസിൽ പ്രതികരിച്ചിരിക്കുന്നത്. പോസ്കോ കേസിൽ ഇത്തരത്തിൽ പോസ്കോ കേസിന് ഈ 3 നേതാക്കൾ ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുന്നു. അത്തരത്തിലുള്ള പ്രതികരണമാണ് K മുരളീധരന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ചുരുക്കത്തിൽ കോൺഗ്രസും BJP-യും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ പ്രതിരോധിക്കാനാവാതെ, നിയമപരമായി പ്രതിരോധിക്കാനാവാതെ നിൽക്കുകയാണ് CPIM-ഉം CPI-യും. പ്രത്യേകിച്ച് CPM ഇക്കാര്യത്തിൽ വലിയ തോതിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു. എന്താണ് ഈ കേസിൽ ഇനി MV ഗോവിന്ദനും A റഹീമും അതേപോലെ തന്നെ V ശിവൻകുട്ടിയും നേരിടേണ്ടി വരുന്ന നിയമപരമായിട്ടുള്ള വശം, പ്രത്യേകിച്ചും പോസ്കോ കേസ് എന്ന് പറയാൻ അറിയാമല്ലോ, ചെറിയ ഒരു പഴയ പോലെയല്ല, ചെറിയ എന്തെങ്കിലും ഇരയുടെ ഒരു ഫോട്ടോ പോലും അല്ലെങ്കിൽ ഇരയെ സംബന്ധിച്ച ഏതെങ്കിലും ഒരു കാര്യം വെളിപ്പെടുത്തിയാൽ പോലും ഉടൻ തന്നെ FIR ഇടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിതയിലെ വ്യവസ്ഥകൾ. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട പോസ്കോ കേസിൽ ഈ 3 നേതാക്കൾക്കെതിരെ MV ഗോവിന്ദനും V ശിവൻകുട്ടിയും A റഹീമിനും എതിരായിട്ടുള്ള കേസ് മുറുകുകയാണ്. ഈ കേസുമായി രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്ന് നമുക്കറിയാം. എങ്കിലും നാട്ടുഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടിയവരുടെ സംഘമാണ് ഇത്. CPIM-ന്റെ നേതൃത്വത്തിലും VD സതീശനടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലുമാണ് രാഹുൽ മാങ്കൂട്ടത്തെ വെട്ടിനിരത്തിയത്. ഈ ഒരു കേസ് ഇത്തരത്തിൽ വന്നാൽ നമ്മുടെ നാട്ടിൻപുറത്തെ ഭാഷയെ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശാപമാണോ ഈ 3 പേർക്കും വന്നു ഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് സംശയിച്ചാൽ അതിൽ തെറ്റു പറയാനില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.